അങ്ങയുടെ പരിശീലന പദ്ധതി ശരിക്കും എന്താണ്? ഞാൻ ചില പരിശീലന പദ്ധതികൾ ബേസ് ചെയ്തിരിക്കുന്നത് 3 കാര്യങ്ങളിലാണ്. അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞു 3 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത്. അതായത് ഒരു ആധ്യാത്മിക സാധകന് ആവശ്യമുള്ളതെന്ന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നേ ഉള്ളൂ. പലരും പലതും പ്രാധാന്യം കൊടുത്തേക്കാം. ഞാൻ പ്രാധാന്യം കൊടുത്തത് പ്രാണായാമത്തിനും യോഗ ആസനങ്ങൾ പഠിപ്പിക്കുന്നതിനും പിന്നെ ധ്യാനം പഠിപ്പിക്കുന്നതിനുമാണെന്ന് പറഞ്ഞല്ലോ. ഇതാണ് നമ്മുടെ പഠന പദ്ധതിയുടെ അപ്പോൾ പ്രധാനമായിട്ട്. എന്താണ് ധ്യാനം? ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ എന്താണ് ഒരു കോൺസെൻട്രേഷൻ പ്രോഗ്രാമാണ് എന്നൊക്കെ വിചാരിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ധ്യാനം വെറുതെ ഒരു കോൺസെൻട്രേഷൻ പ്രോഗ്രാം അല്ല. അത് എന്താണ് ഒരു നോ മൈൻഡിൻ്റെ അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുവരികയാണ്. ധ്യാനം ജാഗ്രതേ നിർവിഷയം മനഃ. ഉണർന്നിരിക്കുന്ന സമയത്ത് മനസ്സ് ചിന്തകളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുക. മെഡിറ്റേഷൻ ഈസ് എന്താണ് നോ മൈൻഡ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും ഇടയ്ക്ക് ഓഷോ ഇങ്ങനെ പറയാറുണ്ട്. മെഡിറ്റേഷൻ നോ മൈൻഡ് എന്ന് പറയുന്ന ഒരു അപ്പോൾ നോ മൈൻഡ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഇല്ലാതാവുക. ചിന്തകളുടെ ഒരു ഉറവിടമായിട്ടാണ് മനസ്സിനെ നമ്മൾ യോഗശാസ്ത്രത്തിൽ കാണുന്നത്. അപ്പോൾ ഇത് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു ആ സമയത്ത് നിങ്ങൾ ധ്യാനത്തിലേക്ക് വരികയും മനസ്സിൽ നിന്ന് ബോധത്തിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ എന്താണ് കണ്ണടച്ച് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ധാരണയുടെ അവസ്ഥയിലേക്ക് വരത്തുള്ളൂ. ഈ യോഗത്തിലേക്ക് അല്ലെങ്കിൽ ഈ ധ്യാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി യോഗ എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. യോഗം ചിത്തവൃത്തി നിരോധ അത് അഷ്ടാംഗ യോഗത്തിൽ പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ഫോർമുല, ഒരു തന്ത്രം നമ്മൾ കൊടുക്കുന്നു. അതാണ് യോഗം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അർത്ഥം. അപ്പോൾ അതിനകത്ത് വേരിയസ് ഗുരുക്കന്മാർ വേരിയസ് ടൈപ്പിലുള്ള ധ്യാന പദ്ധതികളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നൽകാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇപ്പോൾ ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി, ഇപ്പം മഹേഷ് യോഗി എന്ന് പറഞ്ഞൊരു ആചാര്യൻ അദ്ദേഹം കൊണ്ടുവന്ന ഒരു പദ്ധതിയിൽ അങ്ങനെ പറയാറുണ്ട്. ഓഷോ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു 10-100ഓളം എന്താണ് ധ്യാന പദ്ധതികൾ ഇങ്ങനെ അവിടെ പ്രധാനപ്പെട്ട ഞാൻ ഈ ഓഷോയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും പിൽക്കാലത്ത് മോഹൻ ഭാരതി എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. ട്രിച്ചിയിൽ ആശ്രമം നടത്തിയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ ഓഷോ മെഡിറ്റേഷൻ ടെക്നിക്സ് എല്ലാം ഞാൻ പഠിക്കുകയും അതിൻ്റെ ചില ഈ ക്ലാസ്സുകൾ നടത്താനായിട്ട് ഉള്ള സൗകര്യം തിരുവനന്തപുരത്ത് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്ത് കുറച്ച് പ്രവർത്തിയായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെസ്റ്റേണേഴ്സിനെ അദ്ദേഹം ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഇവർ അറിയാതെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരുന്ന പല കാര്യങ്ങൾ. അപ്പോൾ അവിടെ ലാഫിങ് ഉപയോഗിക്കുന്നുണ്ട്, ഡാൻസിങ് ഉപയോഗിക്കുന്നുണ്ട്, പലതരത്തിലുള്ള മ്യൂസിക് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തുകൊണ്ട് ധ്യാനത്തിലേക്ക് വരുത്തുന്ന ഒരു എഫക്റ്റീവ്ലി വരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ടെക്നിക്സ് ഉണ്ടായിരുന്നു. അങ്ങപ്പോൾ അഷ്ടാംഗ യോഗം തന്നെയാണ് പ്രാക്ടീസ്? അഷ്ടാംഗ യോഗം പതഞ്ജലി നമ്മൾ ചെന്ന് എത്തിയത് അവിടെയാണ്. വിവേകാനന്ദ സ്വാമിയുടെ രാജയോഗം എന്നൊരു ടെക്സ്റ്റ് എനിക്ക് ഭാഗ്യവശാൽ കിട്ടുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് ഈ പലതരത്തിലുള്ള അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളെല്ലാം മാറ്റുകയും ഇതൊരു ശാസ്ത്രമാണെന്ന ആ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി പിന്നെ നമ്മൾ ധ്യാനത്തിലേക്ക് വരികയും ചെയ്തു. എന്നാൽ ഇതിന് മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ ധ്യാനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ജാഗ്രതയെ നിർവിഷയം മനഃ എന്ന് പറഞ്ഞില്ലേ. ഇത് എത്രയോ കാലത്തിന് ശേഷം, ഒരു 10-25 വയസ്സിന് ശേഷമാണ് ഞാനിത് അറിയുന്നത്. പക്ഷേ എനിക്കിതിൻ്റെ ആദ്യത്തെ ഒരു അനുഭവം ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ഒരു ടൂറ് കൊണ്ടുപോയി കന്യാകുമാരിയിലേക്ക്. അപ്പോൾ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയുടെ അടിയിൽ ഒരു മെഡിറ്റേഷൻ ഹാളുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ എല്ലാ കുട്ടികളെയും ഇങ്ങനെ കയറ്റിയിരുത്തിയിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ചിറങ്ങി വന്നു. അപ്പോൾ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ബേബി ടീച്ചറുണ്ടായിരുന്നു. ടീച്ചർ ചോദിച്ചു, അനിൽ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതിന് പറഞ്ഞ ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. കാരണം അപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞാണോ എങ്ങനെയാണ് അറിഞ്ഞുകൂടാ. ഈ ടീച്ചറെ, ഈ ധ്യാനമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയല്ല, വെറുതെ ഇരിക്കലാണ് എന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയത് ഇതിനെക്കുറിച്ചുള്ള ബോധം നമ്മൾ കഴിഞ്ഞ ജന്മത്തിലെ ഒരു സംസ്കാരം ഉണ്ടായിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ അതിനും അത്തരം ശിക്ഷണങ്ങളൊന്നും കിട്ടത്തക്ക രീതിയിൽ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത കാലമാണ്. ഇത് തന്നെയാണ് നമ്മൾ പിൽക്കാലത്ത് മനസ്സിലാക്കിയപ്പോൾ ജാഗ്രതയെ നിർവിഷയം മനഃ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പറയുമ്പോൾ ആ നിശ്ചിന്തനത്തിലേക്ക് വരിക എന്നുള്ളതാണ്. വെറുതെ ഇരിക്കൽ. അങ്ങനെ പറഞ്ഞല്ലോ, ഈ
യോഗ, ധ്യാനം ആ കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കാനായിട്ട് മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചു എന്ന്. ആ. അതുകൊണ്ടാണോ ചിരിക്കൽ സ്വാമി എന്നൊരു അതെ അതിന് അത് ശരിയാണ് പറഞ്ഞത്, കറക്റ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലാഫിംഗ് മെഡിറ്റേഷന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ ഇതാണ് കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ ക്ലാസ് എടുക്കുമായിരുന്നു, ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ. അപ്പോൾ ആ കാലത്ത് അങ്ങനെ പറയുന്നത്. അപ്പോൾ മാത്രമല്ല ഞാൻ ചിരിക്കാനും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുമായതുകൊണ്ടും മറ്റേ നമ്മുടെ സ്റ്റുഡൻസിനുമൊക്കെ അത് വളരെയധികം പ്രയോജനം ചെയ്തതുകൊണ്ടും അങ്ങനെ അത് പിന്നീട് പിൽക്കാലത്ത് നമ്മുടെ പലരും അത് ഏറ്റെടുക്കുകയും വളരെ ഞാൻ സ്വാമിജിയെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് അങ്ങനെയാണ്. അത് ചിരിസ്വാമിയാണ് ആ പോകുന്നതെന്ന് എൻ്റെ അടുത്ത് സ്റ്റാച്ചുവിന്റെ മുമ്പിൽ വെച്ച്, സ്റ്റാച്ചുവിന്റെ സെക്രട്ടറി സ്റ്റാച്ചുവിന്റെ അവിടെ വെച്ചിട്ട് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ആ പോകുന്ന ആളിനെ അറിയാമെന്ന്. ഞാൻ ഇല്ല, അറിയില്ല, അതാണ് ചിരിസ്വാമി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ചിരിക്കാതെ കാണാൻ കഴിയില്ല. അദ്ദേഹത്തെ നിങ്ങൾ എത്ര പ്രകോപിപ്പിച്ചാലും അദ്ദേഹം ദേഷ്യപ്പെട്ടില്ല, അദ്ദേഹം ചിരിച്ചുകൊണ്ടേ നിങ്ങളോട് പെരുമാറൂ എന്ന് പറഞ്ഞു. അല്ല, ദേഷ്യപ്പെടുന്നത് നമ്മൾ ഈ മറ്റേ ദേഷ്യം പലപ്പോഴും നമ്മൾ അഭിനയിക്കേണ്ടതായിട്ട് വരും. ദേഷ്യപ്പെടില്ലെന്ന് തീർത്തും ആവശ്യപ്പെടാൻ പറ്റത്തില്ല നമുക്ക്. പക്ഷേ ഈ ചിരിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ തരത്തിലുള്ള ഈ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നതിൻ്റെ മാറ്റം വരും നമുക്ക്. മറ്റുള്ളവരുടെ വിരോധമൊക്കെ മാറും. ഇപ്പം നമ്മൾ ഒരു ബുദ്ധിക്ക് വേറൊരു തരത്തിലുള്ള മാനങ്ങളുണ്ടാകുന്നു. അത് ആ ചിരി എന്ന് പറയുന്നത് ഒരു ചിരിക്കാനുള്ള ഒരു തമാശ ഉണ്ടാക്കുന്നതിനുള്ള പ്രയാസം ആലോചിച്ച് നോക്കണം. ചിരിക്കാൻ മറന്ന ലോകമാണത്. അതെ അതാണ് പ്രധാനമായിട്ട്. അപ്പോൾ ഈ ചിരിക്കുന്നതിലൂടെ നമ്മുടെ ബുദ്ധി വിറ്റ് എന്ന് പറയുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബുദ്ധി പ്രവർത്തിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ് വിറ്റ് എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യുന്നതിനും ഈ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിയും. എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു, പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് ഞാനങ്ങനെ ചിരിക്കാറില്ല, ഞാൻ എപ്പോഴും ഗൗരവമായിട്ടാണ്, ആരോടും ചിരിക്കാറില്ല, എനിക്ക് ചിരിക്കാൻ കാരണങ്ങളില്ല എന്നാണ് പറഞ്ഞത്. ശരിക്കും മനുഷ്യർ ചിരിക്കാൻ കാരണങ്ങളില്ലേ? കാരണങ്ങൾ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ മെഡിറ്റേഷൻ ടെക്നിക്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ബുദ്ധൻ്റെ കാലം മുതൽ ഉള്ള ലാഫിംഗ് മിസ്റ്റിക്സിൽ നിന്നാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ അവർ വലിയ തടിച്ച ഈ ബുദ്ധ ഭിക്ഷുക്കൾ ഒരു ജംഗ്ഷനിലേക്ക് വരും, വന്നിരുന്നിട്ട് അവിടെ ഇരുന്ന് അവർ കവലയിലിരുന്ന് ചിരിച്ചു തുടങ്ങുന്നു. ഇവരെന്താണ് ചിരിക്കുന്നത് അറിയാൻ വേണ്ടി കുറച്ച് ആൾക്കാർ കൂടും. ആദ്യം ഭ്രാന്താണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരും ചിരിച്ചു തുടങ്ങും. ചിരിച്ച് അവിടെ കൂടുന്ന ആൾക്കൂട്ടമെല്ലാം ചിരിക്കുകയും പിന്നെ ഓരോരോ ഗലികളിലേക്കും ചിരി പടർന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു തമാശ പറഞ്ഞിട്ടല്ല ചിരിക്കുന്നത്, വെറുതെ ചിരിക്കാനായിട്ടുള്ള ഒരു കാര്യം ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. പണ്ട് നമ്മൾ വാട്ടർ ബാസിയുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് കാണുന്നത്, നമ്മൾ ഈ വാട്ടർ ബാസിൽ പഴം നിന്നിട്ട് ഒരു തൊലി എടുത്തിരുന്നു ബഹദൂർ വന്ന് ചവിട്ടി വീഴുമ്പോൾ നമ്മൾ ചിരിക്കുന്നു. അത്ര മതിയായിരുന്നു ചിരിക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ സങ്കീർണത കൂടിയപ്പോൾ ഇപ്പോഴത്തെ തമാശകൾ എങ്ങനെയാണ്, വ്യത്യാസം വന്നില്ലേ? ഉറപ്പായിട്ടും. പക്ഷെ ഇന്ന് തമാശ എന്താണെന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. തമാശയും പരിഹാസവും തമ്മിലുള്ള വ്യത്യാസം ആൾക്കാർക്ക് അറിഞ്ഞുകൂടാതായി. പക്ഷെ ചിരിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ചിരി നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതല്ലേ? അതെ, ഇത് നമ്മുടെ ഒരു ശരീരത്തിൽ ചില എൻഡോർഫിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറഞ്ഞ ചില ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടാനായിട്ട് കാരണമാകുന്നു. അത് നമുക്ക് വളരെയധികം റിലാക്സ്ഡ് ആക്കുന്നു നമ്മുടെ ജീവിതം. മാത്രമല്ല ഈ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടാലും ചിരിക്കാനായിട്ടുള്ള സന്തോഷിക്കാനായിട്ട് തോന്നുന്നു. ഒരുപക്ഷെ ഈ പ്രിയനെടുത്ത് പറഞ്ഞ ആ കുട്ടിക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ഹോർമോണിക് പ്രോബ്ലം ഉണ്ടായതുകൊണ്ടും അവർക്ക് ചിലപ്പോൾ ചിരി കണ്ടെത്താൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ കഴിയും. പക്ഷേ ചിരിച്ച് വരുമ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ആർക്കും. അതൊരു തെറാപ്പിയായിട്ട് തന്നെ വേണമെങ്കിൽ അവർക്ക്. ധ്യാനം തന്നെയാണ് അത്. ധ്യാനം എന്ന് പറയാൻ പറ്റില്ല, ധ്യാനത്തിലേക്ക് പോകാനുള്ള ഒരു ടെക്നിക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് പിന്നെ വേരിയസ് കാര്യങ്ങളുണ്ട്, അതിന് സ്റ്റെപ്സ് ഉണ്ട്. അങ്ങനെയാണ് ആ പദ്ധതി. വെറുതെ ചിരിക്കുന്നതും പിന്നെ അവരെ ഇരുത്തുന്നതും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് മൈൻഡ് ഒന്ന് ഓപ്പൺ ആയതിന് ശേഷം പിന്നെ നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആനന്ദത്തിലേക്ക് അങ്ങ് മുഴുകി പോവുകയും ചെയ്യുമ്പോഴാണ് അത് മെഡിറ്റേഷനായിട്ട് മാറുന്നത്, ധ്യാനമായിട്ട് മാറുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.